ഉമ്മമാരെ, സഹോദരന്മാരെ, മുജാഹിദുകളെ, നരയാണിയുടെ മേലെ തുണി ഉടുത്തവരെ, താടി നീട്ടിയവരെ, അത് രണ്ടും ചെയ്യാത്തവരെ, മുജാഹിദുകളെ, താടി നീട്ടാൻ പോലും ഈമാനിക കരുത്തില്ലാത്ത, നരയാണിയുടെ മേലെ തുണി ഉടുക്കാൻ ഇച്ഛയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത നമുക്ക് എന്ത് ത്യാഗമാണ്, എന്ത് കഷ്ടപ്പാടാണ്. കൈ കൊടുത്ത, കാല് കൊടുത്ത, ശിരസ് കൊടുത്ത, കണ്ണു കൊടുത്ത, മൂക്ക് കൊടുത്ത, നെഞ്ചകം കുത്തിപ്പടർന്ന് കരള് കൊടുത്ത അൻസാറുള്ളാന് പ്രവേശിച്ച സ്വർഗമെവിടെ? അങ്ങനെ പ്രവേശിച്ച സ്വർഗമെവിടെ? അംറ ഇബ്നു ജമൂഹ് പ്രവേശിക്കുന്ന സ്വർഗമെവിടെ? ഖാലിദ് പ്രവേശിക്കുന്ന സ്വർഗമെവിടെ? നമ്മളെവിടെ എന്നത് ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? കൈകാലുകൾ ഛേദിക്കപ്പെട്ടവർ, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം പീതെടുക്കപ്പെട്ടവർ, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പറഞ്ഞതിന്റെ പേരിൽ പീഡനമനുഭവിച്ചവർ, രാജകൊട്ടാരങ്ങൾ വിട്ടവർ. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ആസിയ ബീവി പ്രഥമ വനിതയായി ജീവിച്ചു. തൗഹീദ് മനസ്സിലായി. ഫിറൗനോട് പറഞ്ഞു ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ, ഈ രാജകൊട്ടാരം വേണ്ട, ഈ രാജകൊട്ടാരം വേണ്ട, എനിക്ക് റബ്ബിബിനി ഇന്നക ബൈതൻ ഫിൽ ജന്ന. സഹോദരി, ആരായിരുന്നു ആസിയ ബീവി? ഫിറൗനിന്റെ ഭാര്യ. രാജകൊട്ടാരത്തിലരാക്കി, സ്ഥാനം വിട്ടില്ലേ, സ്വർഗത്തിന് വേണ്ടി സഹിച്ചില്ലേ, ഇരുമ്പിന്റെ ചെരുപ്പ് കൊണ്ട് പിഴിതില്ലേ. ആസിയ ബീവിയെ സ്വന്തം ഭർത്താവ് പീഡിപ്പിച്ച് ബോധം കെടുത്തിയപ്പോ അവര് പറഞ്ഞില്ലേ, ഇഷ്ടമുള്ളത് ചെയ്തടാ, റബ്ബിന്റെ അടുത്തേക്കുള്ളവരാണ് ഞങ്ങൾ. സുമയ്യ ബീവിയുടെ മുഖ്യസ്ഥാനത്ത് അബൂജഹൽ ഇരുമ്പിന്റെ കുന്തമറിഞ്ഞ് പിടിപ്പിച്ചപ്പോ പടഞ്ഞു പടഞ്ഞു മരിച്ച ആ സുമയ്യ ബീവിയും, സീരിയലിന്റെ മുമ്പിൽ അടകുടിക്കുന്നിരിക്കുന്ന, സിനിമയുടെ മുമ്പിൽ അടയിരിക്കുന്ന, നിസ്കരിക്കാൻ മറന്നുപോയ, ഖുർആൻ വായിക്കാൻ മറന്നുപോയ വനിതകളെ, നിങ്ങളും ആസിയ ബീവിയും, നിങ്ങളും സുമയ്യ ബീവിയും, നിങ്ങളും ഹാജറ ബീവിയും ആ കറുത്ത മുത്ത് പൊന്നോമന പിഞ്ചു പൈതലിനെ കയ്യിലേന്തി, ഭർത്താവോമന പിഞ്ചു പൈതലിനെ കയ്യിലേന്തി ഭർത്താവ് വിട്ടേച്ച് 25,000 മൈലുകൾക്കപ്പുറത്തേക്ക് യാത്ര തിരിക്കുമ്പോ ആ അല്ലാഹു അതല്ല ഇബ്രാഹിം, അല്ല കൽപ്പിച്ചിട്ടാണോ? അല്ല കൽപ്പിച്ചിട്ടാണോ ഇബ്രാഹിം ഈ കുരുന്നു പൈതലിനെയും എന്നെയും വിട്ടേച്ചു പോകുന്നത് എന്ന ചോദ്യത്തിന് അതേ എന്ന് കേട്ടപ്പോൾ, എങ്കിലെനിക്ക് റബ്ബ് മതി എന്ന് പറഞ്ഞ കറുകറുത്ത അടിമയായ ആ ഹാജറയെ ഓർക്കാനാണ് ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ് എന്നല്ല പറഞ്ഞത്. ഓർക്കണം.